ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പല കൃഷികളും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ചില കൃഷികൾ നിങ്ങൾ കാണാത്തതുണ്ട്. അപ്പോൾ ഇതുവരെയും ചെയ്യാത്ത കുറേ കൃഷിയാണ് കുറ്റി അമര എന്ന് പറയുന്നത്, കുറ്റി ബീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുറ്റി ബീൻസ് അല്ലെങ്കിൽ കുറ്റി അമര എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കുറ്റി അമര നമ്മൾ പാകി വെച്ചത് നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഒരു 4 പരുവൊക്കെ ആയി. അപ്പോൾ നമുക്ക് പറിച്ച് നടേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഞാൻ പറിച്ച് മാറ്റി നടാം. പടിക്ക് കൂട്ടി വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതിൻ്റെ വേരൊന്നും നഷ്ടപ്പെട്ടു പോകാതെ എടുക്കണം. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ഗ്രോ ബാഗിനകത്തോട്ട് വേണം ഇത് നടാനായിട്ട്. 15 ദിവസത്തോളം നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ മണ്ണിനകത്തോട്ട് നമ്മളിത് നടണം. പിന്നെ ഉടനെ നമ്മൾ ഇതിനകത്ത് വളമിടേണ്ട കാര്യമില്ല. ഒരാഴ്ച ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം മാത്രം കൊടുത്താൽ മതി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം. 1 2 വേണമെന്നുണ്ടെങ്കിൽ നടാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തേം നട്ട് കഴിഞ്ഞു. ഇപ്പോൾ നട്ടതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ചാൽ ഇത് എന്തായാലും വാടിപ്പോവും. വൈകുന്നേരത്തെ സമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഇത് നമ്മളൊരു തണൽ കിട്ടുന്ന സൈഡിൽ വെച്ചിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. നടുന്ന ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ നേരെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ അങ്ങ് വാടി തളർന്ന് അങ്ങ് കിടക്കും. അതുകൊണ്ട് ഈ വൈകുന്നേരത്തെ സമയത്ത് നടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്തതും കൂടെ നമുക്ക് അടുത്ത ഗ്രോ ബാഗിനകത്തോട്ട് മാറ്റി നടാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മുരിങ്ങയിലയുടെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ വളർന്ന് കയറി വരും. നടുന്ന സമയത്ത് എന്തായാലും നമ്മൾ അതിനകത്തുള്ള വളം മാത്രം മതി. ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വെള്ളം മാത്രം കൊടുത്തതിനെ വളർത്തിക്കൊണ്ട് വരിക. അത്യാവശ്യം വളങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇത് വളർന്നു വരുന്നതനുസരിച്ച് ഇത് ഒരുപാട് പടർന്ന് കയറുന്നതൊന്നുമല്ല. എങ്കിലും നമ്മൾ ഒരു വള്ളി കെട്ടി കൊടുത്താൽ അത് നൂന്ന് തന്നെ നിന്നോളും. ഒരു കമ്പും കൂടെ കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വള്ളി നമ്മൾ പന്തലിലോട്ടൊന്ന് കെട്ടിക്കൊടുത്തിരുന്നാൽ മതി. ആ വള്ളിയെ തന്നെ അങ്ങ് നിന്നോളും. ഇത് ഒരുപാട് പടർന്ന് കയറുന്ന അമരയല്ല, ഇത് കുറ്റി അമരയാണിത്. അപ്പം നല്ലതുപോലെ പിടിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് നല്ലതുപോലെ കായൊക്കെ ഇഷ്ടം പോലെ ഇതിനകത്ത് നിന്ന് പിടിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ നട്ടതായ അമര നല്ലതുപോലെ കായൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതൊക്കെ നമുക്കിനി വിളവെടുക്കാൻ നല്ല പരുവമായിട്ട് നിൽക്കുകയാണ്, കണ്ടല്ലോ. അപ്പം നല്ല തോരൻ വയ്ക്കാനൊക്കെ നല്ല സൂപ്പറാണിത്. ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ അങ്ങ് പിടിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ പൂ കാണാൻ നല്ല രസമാണ്. ഇത് വെള്ള ഇതാണ് ഓർക്കിഡ് നിൽക്കുന്ന മാതിരിയൊക്കെയാണ് നിൽക്കുന്നത് അതിൻ്റെ പൂക്കൾ. വിത്തിനുള്ളത് നമ്മൾ അതിൽ തന്നെ അങ്ങ് നിർത്തിയേക്കണം. അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് വേണം നമ്മൾ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം വേണം അതിൽ നിന്ന് നമ്മൾ പിച്ചെടുക്കാനായിട്ട്. ഈ പയറിപ്പം മൂത്ത് നിൽക്കുകയാണ്, അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് വിത്തിനെടുക്കാം. ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയുടെ അരി കുഴിച്ചിട്ടാണിത്, കണ്ടോ. ഇഷ്ടംപോലെ തക്കാളിക്ക് വരുന്നത്. അതിനടി ഭാഗത്തെല്ലാം ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്, കണ്ടോ. ഓരോ കൊമ്പൊക്കെ ഇഷ്ടം പോലെ, കണ്ടോ. കണ്ടില്ലേ. ഇതാരാന്ന് നോക്കിക്കേ. ഞങ്ങളുടെ അപ്പൂ കുപ്പിപ്പാലൊക്കെ കൂടിയൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ ചരുവത്തി വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാടി കുടിക്കുന്നുണ്ടോ? ഞാനൊന്നും അറിഞ്ഞില്ലേന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ കാടിയൊക്കെ കൊണ്ടുവച്ച് തിരിച്ചു പോലും നോക്കത്തില്ല. എൻ്റെ കുപ്പിയിൽ മാത്രം മതിയെന്നും പറഞ്ഞോണ്ട് നിൽക്കുന്ന ആളാ. അതെ. അപ്പുവേ ഒന്ന് പൊങ്ങി നോക്കിക്കേ. തല പൊക്കുന്ന പോലും ഇല്ല. അപ്പൊ കൂട്ടു എങ്ങനെ ഇവന്റെ കുപ്പിപ്പാൽ കൂടി ഒന്ന് നിർത്തുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഒരു തരത്തിൽ കുപ്പി മാറ്റാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അവൻ എന്തായാലും ഇനി വേണമെങ്കിൽ കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് ചരുവത്തിൽ വെള്ളം കൊണ്ടുവച്ച് കൊടുത്തു. അപ്പം എന്തായാലും അത് ഒരു രക്ഷയായി അല്ലേ? അതെ അതെ. കണ്ടോ, ഇഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ടോ? പരുത്തി പിണ്ണാക്കും എള്ളും പിണ്ണാക്കും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ കുടിക്കുന്നത്. അപ്പുവേ ഇങ്ങോട്ട് നോക്കപ്പോ. നല്ല രുചിയോടുകൂടി ഇന്ന് കുടിക്കുക. അപ്പൊ എല്ലാരും നോക്കുന്നപ്പോ ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ രുചിയാ. സമയമില്ല ചേച്ചി. അല്ലേ അപ്പു? കുപ്പിൻ്റെ അപ്പൂൻ്റെ കുപ്പിയൊക്കെ അങ്ങ് മറന്നുപോയി. പിന്നെ അടുത്തൊരാളുണ്ട്, അമ്മക്കുട്ടി. അമ്മക്കുട്ടിക്ക് പാല് മാത്രം മതിയായിരുന്നു, വെള്ളം തിരിഞ്ഞോലും നോക്കത്തില്ലായിരുന്നു. അപ്പൊ അവളും കുടിക്കാൻ തുടങ്ങി. അമ്മക്കുട്ടി ഇത് കണ്ടോ, അമ്മക്കുട്ടിയും ബിസിയാ ഇപ്പം. കാടി എന്ന് പറഞ്ഞൊരു സാധനം തിരിഞ്ഞു നോക്കത്തും കൂടി ഇല്ലായിരുന്നു. അമ്മയുടെ പാല് മാത്രം മതി എനിക്ക് ജീവിക്കാനെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. ഇത് കണ്ട നല്ല
സുന്ദരി കുട്ടിയായിട്ട് നിന്ന് കുടിക്കുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, നിറം തയ്ച്ചിട്ട് കൊടുത്തതാണ്. തണുപ്പൊക്കെ അല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പം രണ്ടുപേർക്കും ഒരു ചെറിയ ചുമയൊക്കെ ഉണ്ട്. അപ്പുവിന്റെ ഉടുപ്പ് കീറിക്കളഞ്ഞു, അമ്മു ഇട്ടോട്ട് കിടക്കുന്നുണ്ട്. കാടി എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അമ്മണിക്കുട്ടിയും കാടിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നുണ്ടോ, അവൾക്കും ഇഷ്ടപ്പെട്ടു ആ കാടി. അമ്മണി ഭയങ്കര ആസ്വദിച്ച് കുടിക്കുന്ന ആളല്ലയോ? എത്ര നേരം എടുത്തായിരുന്നു ആ മൊത്തം കാടിയും കുടിച്ചു തീർക്കുന്നത്. പഴയ അമ്മണിയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് അങ്ങ് കുടിക്കുമായിരുന്നു. 2 കപ്പ് വെക്കുമ്പോഴത്തേക്ക് മൊത്തം കുടിക്കുമായിരുന്നു. ഇവളിങ്ങനെ ആസ്വദിച്ച് രുചിയൊക്കെ നോക്കി കഴിക്കുന്ന കൂട്ടത്തില. അമ്മൂന് ഇനി എന്തുവാ, കാടി കുടിഞ്ഞിട്ട് ക്യാമറ വേണോ ഇനി? അയ്യോ, അമ്മ പിടിച്ചോണ്ട് കൈ പിടിച്ചോണ്ട് അങ്ങ് നിന്നോളും. പിന്നെ അപ്പോൾ ഈ അമരയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. എന്നാലും വേണ്ട വീണ്ടും ആ കമ്പിനകത്തോട്ട് വീണ്ടും കാകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കമ്പുകൾ നമ്മൾ വെട്ടിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പൂക്കളൊക്കെ വീണ്ടും വരുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ കാ പിടിച്ച് വരുന്നുണ്ട്. എന്നാണ് വിളവെടുപ്പ് തക്കാളിയുടെ കൂടെ വിളവെടുപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പം അതേപോലെ നമ്മൾ ഇങ്ങനെ അങ്ങ് നിർത്തിയിരുന്നാൽ വീണ്ടും ഇതേപോലെ പൂക്കളും കായ്കളും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിത്തിനുള്ളതാണ്ട് ഇങ്ങനെ അങ്ങ് നിർത്തിയേക്കാം, ഇങ്ങനെ ഉണങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ അതിനെ അങ്ങ് പിച്ചി മാറ്റിയിരുന്നാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പിന് നമുക്ക് നടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ ചാണകമൊക്കെ കൊണ്ടിട്ട് കൊടുക്കുക. ചാണകം എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ തഴച്ച് വളർന്ന് കയറി വരും. അപ്പോൾ നമുക്ക് പിന്നെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ വളങ്ങളും മാറി കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെ കുറ്റി അമരയ്ക്കൊക്കെ നമുക്ക് പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 3 വീണ്ടും നിർത്തിയിട്ടുണ്ട്. അത് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ കുറ്റി അമര ഉണങ്ങിപ്പോയി കണ്ടോ. ഇതിനി പറിച്ച് മാറ്റിയിട്ട് വേറെ നടണം. അതുപോലെ ഫ്രണ്ടിൽ നിൽക്കുന്നതും ഉണങ്ങിപ്പോയി, അത് കുറേ നാളായതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ കുറ്റി അമര നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. ഏതെങ്കിലും പച്ചക്കറികൾ മാറി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ മാറി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. എന്നും ഒരേ രീതിയിൽ നമ്മൾ കഴിക്കാതെ ഓരോ ദിവസവും മാറി എന്തെങ്കിലുമൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ഓരോ ദിവസവും ഒരു 4-5 കവർ വീതം അല്ലെങ്കിൽ മണ്ണിനകത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.